വൈസ് ചാൻസലറെ വെല്ലുവിളിച്ച് കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാർ. രജിസ്ട്രാറുടെ ചേംബറിലേക്ക് ആരെയും കടത്തിവിടരുതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സുരക്ഷാ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും നടപ്പായില്ല. രജിസ്ട്രാർക്കുള്ള ഫയലുകൾ കെ.എസ്. അനിൽകുമാറിന് അയക്കരുത് എന്നാണ് VC-യുടെ നിർദ്ദേശം. ഇതിനിടെ രജിസ്ട്രാറുടെ ചുമതല ഡോക്ടർ മിനി കാപ്പന് നൽകി സർവകലാശാല ഉത്തരവിറക്കി. കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധി കൂടുതൽ സങ്കീർണമായി. രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ സസ്പെൻഷനിൽ തന്നെയാണെന്നും സർവകലാശാല ആസ്ഥാനത്ത് എത്തരുതെന്നും വൈസ് ചാൻസലർ നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ രജിസ്ട്രാറുടെ ചേംബറിലേക്ക് ആരെയും കടത്തിവിടരുതെന്ന ഉത്തരവ് സുരക്ഷാ ജീവനക്കാർക്കും വൈസ് ചാൻസലർ നൽകി. പക്ഷേ ഈ രണ്ട് ഉത്തരവും പാലിക്കപ്പെട്ടില്ല. ഡോക്ടർ കെ.എസ്. അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി. രജിസ്ട്രാറുടെ ചേംബറിലേക്ക് തന്നെ പോയി. തടയാൻ സുരക്ഷാ ജീവനക്കാരും മുതിർന്നില്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമപരമായി മാത്രം കാര്യങ്ങൾ നടത്തുമെന്ന് രജിസ്ട്രാറുടെ മറുപടി. മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല കഴിഞ്ഞ 7-ാം തീയതി നൽകിയിരുന്നെങ്കിലും ഉത്തരവിറങ്ങിയിരുന്നില്ല. ഇന്ന് രാവിലെ ആ ഉത്തരവും സർവകലാശാല പുറത്തിറക്കി. കൂടാതെ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിന് പകരം ഹേമ ആനന്ദനും ചുമതല നൽകി ഉത്തരവിറക്കി. ഇതിനിടെ കെ.എസ്. അനിൽകുമാറിനെ തിരിച്ചെടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിനെതിരെ ഉടൻ നടപടി വേണ്ടെന്ന് രാജ്ഭവനും തീരുമാനിച്ചു. 24 തിരുവനന്തപുരം.